ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മളെ ബർത്ത്ഡേ കാർഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ അവരുടെ ബർത്ത്ഡേക്ക് അവരുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മളിത് ബൾക്കായിട്ടാണ് കേട്ടോ ഓർഡർ എടുക്കാറ്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ സെർച്ച് ഭാഗത്ത് പോയിട്ട് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു സ്പൈഡർമാൻ തീമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സൈഡിൽ ഉണ്ടാവും 3 ഡോട്ട്സ്. അതിലുണ്ട് ഡൗൺലോഡ് ഇമേജ് നിൽക്കിയാൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ പിന്നെ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു സ്പൈഡർമാൻ്റെ ഫോട്ടോയും അതേപോലെ സെർച്ച് ഭാഗത്ത് പോയിട്ട് സ്പൈഡർമാൻ ഫോട്ടോ ഒന്ന് അടിച്ചാൽ നമുക്ക് കിട്ടും. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ ക്യാൻവ ആപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. എല്ലാ ക്രാഫ്റ്റേഴ്സിനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ ക്യാൻവ ആപ്പ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ താഴെ ഒരു പർപ്പിൾ കളറിലുള്ള പ്ലസ് ബട്ടൺ കണ്ടോ? അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു പേജ് ഓപ്പൺ ആക്കാം. ഏത് പേജ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ A4 സൈസിൻ്റെ പേജ് ഓപ്പൺ ആക്കുക. ജസ്റ്റ് എഡിറ്റ് ചെയ്യാനാണല്ലോ. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ഗാലറിയിലേക്ക് പോവാം. ഗാലറിയിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച സ്പൈഡർമാൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലല്ലോ, അത് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു പേജ് ഫുള്ളായിട്ട് അത് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഗാലറിയിലേക്ക് പോയിട്ട് അതിൽ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഷേപ്സ് എന്ന് സെർച്ച് ഭാഗത്ത് പോയിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഷേപ്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഷേപ്പാണ് കേട്ടോ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പിങ്ക് തീമിലാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ അതിൽ അടിയിൽ കണ്ടോ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷന്, അതിൽ പോയിട്ട് നമുക്ക് വൈറ്റ് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിത് ഡ്രാഗ് ചെയ്തിട്ട് സെൻട്രലായിട്ട് ആ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കളറ് വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കളറൊക്കെ ചൂസ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ വൈറ്റാണ് ആക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഒരു ബേബി ബോയിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യാനുണ്ട്, ഫോട്ടോ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഫോട്ടോ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എലമെൻറ്റ്സ് പോയിട്ട് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് ഫ്രെയിംസിൻ്റെ മോഡൽസ് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് മോഡലിലാണ്, പോർട്രേറ്റ് മോഡലല്ല കേട്ടോ. കാരണം ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഷേപ്പിലാണ് നമുക്കിത് പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പ് മോഡലിലാണ്, ആ സൈഡിലായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കൊടുക്കുന്നത് ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്നാണ്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ആ ഒരു ബേബി ബോയിൻ്റെ പേരും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൈപ്പൊക്കെ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷന്, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും കേട്ടോ. അതിൽ പോയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പേര് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ താഴെ തന്നെ ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോണ്ട് നിൽക്കില്ല, നമുക്ക് ഒരുപാട് ഫോണ്ട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ബേബി നമ്മൾ ഇറ്റ്സ് മൈ പേരും കൂടെ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, സ്കിപ്പായി. പിന്നെ ഇതിൻ്റെ കുറേ മോഡൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടില്ല. ചിലതിൽ കാർട്ടൂൺ പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ, ഫോട്ടോസ് കൊടുക്കണില്ല. അപ്പോൾ അതൊക്കെ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് കൊടുക്കുക. പേര് മാത്രമാണെങ്കിൽ പേര് കൊടുക്കുക, അതല്ലെങ്കിൽ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഫോട്ടോ കൊടുക്കുക, അതല്ലെങ്കിൽ കാർട്ടൂൺ പിക്ക് ആണെങ്കിൽ കാർട്ടൂൺ പിക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ പേരും കൊടുക്കുന്നുണ്ട്, ഫോട്ടോയും കൊടുക്കുന്നുണ്ട്, അതേപോലെ കാർട്ടൂൺ പിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രെയിം കൊടുത്തു, പേര് കൊടുത്തു, ഇനി നമുക്ക് കാർട്ടൂൺ പിക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്പൈഡർമാൻ്റെ കാർട്ടൂൺ പിക്കാണ് കൊടുക്കുന്നത് ഒരു സൈഡിലായിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കാർട്ടൂൺ പിക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചല്ലോ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയിട്ട് remove.bg എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അപ്ലോഡ് ഇമേജ് പറഞ്ഞാൽ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ഇമേജ് പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച സ്പൈഡർമാൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് താഴെ ഉണ്ടാവും ഡൗൺലോഡ് എന്ന്, അത് ക്ലിക്ക് ചെയ്താൽ നേരെ ഡൗൺലോഡ് ആയിട്ട് നമ്മളെ ഗാലറിയിലേക്ക് അത് വരും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ക്യാൻവ ആപ്പിലേക്ക് വന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച പേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗാലറിയിലേക്ക് പോയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അത് ഓപ്പൺ ആകുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ബ്ലാക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെയിറ്റ് ചെയ്താൽ ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് പോയി കിട്ടും. എന്നിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് നമ്മൾ സൈഡിലായിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബർത്ത്ഡേ ബോയിൻ്റെ ഫോട്ടോ വെച്ച് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ ഗാലറിയിലേക്ക് പോയിട്ട് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫ്രെയിം ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിമിലേക്ക്
ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫോട്ടോ ക്രോപ്പ് ചെയ്യണമെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ക്രോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. മുകളിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ നേരെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിൻ്റ് എടുക്കാനും ഷോപ്പിലേക്ക് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് A3 ഷീറ്റിൽ എങ്ങനെ സെറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഹോമിലേക്ക് തന്നെ തിരിച്ചു പോവാം. എന്നിട്ട് താഴെ കാണുന്ന ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് A3ൻ്റെ ഡോക്യുമെൻ്റ് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് അതിൽ ഗാലറിയിലേക്ക് പോയിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഒരു കാർഡിൻ്റെ പിക്ചർ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് 35 പീസാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 35 പീസാകുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മളിതിൽ 3 ഐറ്റംസ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈസ് വേണമല്ലോ. അപ്പോൾ ഞാൻ ഒരു A3യിൽ ഒരു സൈഡിൽ 2 എണ്ണമായിട്ട് താഴത്തേക്ക് 4 എണ്ണം, മുകളിൽ 2 എണ്ണം താഴത്തേക്ക് 4 എണ്ണം അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു A3 ഷീറ്റിൽ 8 കാർഡ് കിട്ടും. അപ്പം അങ്ങനെ 4 ഫുള്ള് A3യും അതേപോലെ ഒരു A3ൻ്റെ ഹാഫും ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 35 ആയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു A3 ഇതേപോലെ താഴത്തേക്ക് 4 എണ്ണവും സൈഡിൽ 2 എണ്ണമായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ അത് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ ഞാനിത് പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലേക്ക് വാട്സപ്പ് വഴി ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച A3 ഷീറ്റ് അയച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് 5 A3 ഷീറ്റ് എന്ന് പറയും. അപ്പോൾ അവർ അതേപോലെ 5 A3 ഷീറ്റ് പ്രിൻ്റ് എടുത്തിട്ട് തരും കേട്ടോ. അപ്പോൾ പ്രിൻ്റ് എടുത്ത് വരുമ്പോൾ ഇതേപോലെ ആവും. അത് കണ്ടോ, 5 ഷീറ്റ് ഉണ്ട്. അതിൽ 4 ഷീറ്റ് ഫുള്ളും ഉണ്ട്, ഒരു ഷീറ്റിൻ്റെ ഹാഫും. അപ്പോൾ ടോട്ടൽ 35 ആയില്ലേ. അപ്പോൾ ആ ഒരു ഹാഫ് പോർഷനും ഞാൻ ആ ഒരു ഫുള്ളിൽ എഡിറ്റ് ചെയ്ത പോലെ തന്നെ ഹാഫ് പോർഷനും എഡിറ്റ് ചെയ്ത് അയച്ചോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 50 രൂപ വരുന്നുള്ളൂ. അതല്ല അവർ തന്നെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 80 രൂപയും വരും കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ സമയമില്ലാത്ത വരുമ്പോൾ ഞാൻ ഇതേപോലെ നേരിട്ട് ആ ഒരു കാർഡ് അയച്ചെടുക്കുമ്പോൾ അവർ അതേ സെറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ 80 രൂപ വരലുണ്ട്. ഇനി നമുക്ക് ഇതിൽ 3 ഐറ്റംസാണ് ഞാൻ ആ കാർഡിൽ കൊടുക്കുന്നത്. 10 രൂപേൻ്റെ ഡയറി മിൽക്ക് ചോക്ലേറ്റും അതേപോലെ ഒരു പെൻസിലും ഒരു എറൈസറും അതാണ് ഒരു കാർഡിൽ കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഹോൾസെയിൽ റേറ്റിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കാർഡിൽ കുറേ റേറ്റൊന്നും ഇടാൻ പറ്റില്ലല്ലോ. നമ്മളെ പ്രോഫിറ്റായിട്ട് കുറച്ചല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ഞാൻ ഒരു കാർഡിന് 5 രൂപ അല്ലെങ്കിൽ 6, 7 അങ്ങനെ കേട്ടോ കൊടുക്കലുള്ളൂ. ഓരോന്നിൻ്റെ വർക്കിനനുസരിച്ചാണ് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ എഫേർട്ടിനനുസരിച്ച് എത്ര റേറ്റ് ആണോ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതായത് നമ്മളെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് പ്ലസ് നമ്മളെ പ്രോഫിറ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു കാർഡിന് 5 രൂപ 6 രൂപ ഒക്കെ വെച്ചിട്ട് നമുക്കത് സെയിൽ ചെയ്യാം. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതേപോലത്തെ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിക്കർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ മോഡൽ ഡബിൾ ടാപ്പ് ഇതേപോലത്തെ യെല്ലോ ഡബിൾ ടാപ്പ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ട് കുറച്ചും കൂടെ എന്താ പറയുക, നല്ല ഗമ്മുള്ള ഈ ഒരു വൈറ്റ് ടാപ്പാണ് കേട്ടോ. അപ്പം ഈ കൈമ ഒട്ടിച്ച ശേഷം നിങ്ങൾ നോക്കണ്ട, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടാപ്പ് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം ഞാൻ ഓരോ ഇറൈസറിൻ്റെ ബാക്ക് ഭാഗത്തും ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇറൈസർ ഒട്ടിച്ചതിന് ശേഷം അതേ സെയിം ടാപ്പ് വെച്ചിട്ട് ഡയറി മിൽക്കും ഇതേപോലെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചോക്ലേറ്റൊക്കെ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്താണ് 10 രൂപേൻ്റെ ഡയറി മിൽക്ക് വേണമെന്നത്. അതേപോലെ അതായത് കസ്റ്റമറിന് ഏത് ചോക്ലേറ്റ് ആണോ ഇൻക്ലൂഡ് ചെയ്യുക അതിനനുസരിച്ച് പ്രൈസിൽ വ്യത്യാസമൊക്കെ വരും കേട്ടോ. ചിലവർക്ക് ലോലിപോപ്പ് ആവും, ചിലവർക്ക് 1 രൂപേൻ്റെ മിഠായി മതിയാവും. അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡയറി മിൽക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എറൈസറും അതേപോലെ തന്നെ ഡയറി മിൽക്കും നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഫുൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡ് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. ഇതേപോലെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിത് കട്ട് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ, കട്ട് മെഷീൻ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കത്രിക വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനൊക്കെ ഒരുപാട് കാലം കത്രിക വെച്ചിട്ട്, അതായത് ഞാൻ ഈ ഒരു വർക്ക് തുടങ്ങിയിട്ട് 4 വർഷമായി. അതിൽ 3 വർഷത്തോളം 3.5 വർഷത്തോളം ഞാൻ കത്രിക യൂസ് ചെയ്തിട്ടാണ് എല്ലാ കട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അടുത്താണ് കേട്ടോ ഞാൻ ഈ ഒരു കട്ടിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കട്ടിംഗ് മെഷീൻ ഞാൻ വാങ്ങിച്ചത് എവിടെയെന്ന് വെച്ചാൽ ഡൈക്കർ സ്മാർട്ടിനാണ് കേട്ടോ. ഇൻസ്റ്റയിലുണ്ട്, അവരെ പേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നോക്കുക. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഓരോ കാർഡും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് എങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മളെ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ്
ആദ്യമേ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഡബിൾ ടാപ്പിൻ്റെ സ്റ്റിക്കർ ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് ആ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡായിട്ട് നമ്മൾ പെൻസിൽ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് നമ്മൾ നോർമൽ സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമ്മൾ പെൻസിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ താഴ്ഭാഗത്തായിട്ട് നമ്മൾ എറൈസറും ഡബിൾ ടാപ്പ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ കാർഡും നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഓർഡർ തരാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ തരിക. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓർഡേഴ്സിന് മാത്രമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ പോയി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു ബേബി ബോയിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മൾ സ്പൈഡർമാൻ ടീമിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ബേബി ഗേൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ 35 പീസ് കാർഡും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായോ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ക്രാഫ്റ്റേഴ്സായ ഫ്രണ്ട്സോ ആരെങ്കിലും ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സിനൊക്കെ നമ്മളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.